മാർഗദർശക മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി സന്യാസി ശ്രേഷ്ഠർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് അതിലേക്കൊക്കെ കയറുകയും അതിൻ്റെ കമ്മിറ്റികളിൽ കയറുകയും പ്രസിഡൻ്റായിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഇപ്പം സ്വർണ്ണമൊക്കെ നിക്ഷേപമൊക്കെ ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളും സ്വർണ്ണമൊന്നും ഇല്ലെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊക്കെ ഇനി വെളിയിലേക്ക് വരും, നിശ്ചയമായിട്ട് അതൊക്കെ വെളിയിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജാഗ്രതപ്പെടുത്തുക എന്നുള്ളതും ഈ യാത്രയുടെ ഒരു ഉദ്ദേശമാണ്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. ശബരിമലയിലെ വിഷയം കൃത്യമായിട്ട് പല യോഗങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്നും ചർച്ച ചെയ്യപ്പെടും, ഇന്നും അത് പറയും, കൃത്യമായിട്ടും പറയും. ഓരോ യാത്ര ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആയിരക്കണക്കിന് കത്തുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതിന് അവരുടെ ശക്തമായ പ്രതിഷേധം അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങളത് നമ്മുടെ ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിലൊക്കെ ഒരു സ്വർണ്ണം പൂശിയ കൊടിമരം എത്രയോ കോടികൾ മുടക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ അവരുടെ സംഭാവനകൾ. പക്ഷെ 3 മാസം പോലും നിന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാലോ. ശാസ്താംകോട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നത് അതിപ്പോൾ ആരോടെ നമ്മൾ ചോദിക്കട്ടെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് എന്ന സങ്കല്പത്തോടെയും പ്രാർത്ഥനയോടുകൂടിയാണ് അറിയുന്നത്. അതെ, ഇത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ ഒരു സ്റ്റാർട്ടിങ്, ഒരു തുടക്കം എന്ന നിലയിലാണ് കാണുന്നത്. ഇനി നിരന്തരം സമാജത്തിനകത്ത് ഈ വക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക, ഇതിൻ്റെ തുടർച്ച കൃത്യമായിട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആശ്രമങ്ങളിൽ ഒതുങ്ങിയുള്ള ഒരു ജീവിത പദ്ധതിയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് സമാജത്തിനകത്തേക്ക് തുറന്നിറങ്ങുന്ന ഒരു സന്യാസി സമൂഹത്തെ ആയിരിക്കും കേരളം കാണുന്നത്. അങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം.